ഒരു ദിവസം ഒരു അറിവിൻ്റെ പകൽ ഗുരുക്കന്മാരുമായി സംവദിക്കാൻ ഒരു വേദി ഇത് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ സ്പിരിച്വൽ അവേഴ്സ്. നമുക്ക് കിട്ടിയത് പകർന്നു കൊടുക്കുക, നമ്മളിൽ കിട്ടിയത് നമ്മൾ തന്നെ നിൽക്കണം. ഞാൻ മരിച്ചു പോയിട്ട് ഭൂമിയിൽ അടിഞ്ഞു പോയിട്ട് വല്ല കാര്യമൊന്നുമില്ല. നമ്മുടെ പവർ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം ആ സ്ത്രീയുടെ വീട്ടിൽ 25 ഏലസ് ഒരാഴ്ചയിൽ കിട്ടും. 30 വയസ്സ് 37 വയസ്സായ 16 അടി ഹൈറ്റുള്ള ഒരു പയ്യൻ്റെ ലിംഗസ്തംഭന യന്ത്രം വരെ അവരെ വീട്ടിൽ നിന്ന് എടുത്തതാണ്. പ്രേത ദുരിതം ഞാൻ അവനെ നിർത്തിക്കുക. കാരണം പ്രേത ദുരിതം ആ പ്രേതത്തിന് ആവാച്ച് മാറ്റുമ്പോൾ അത് ശപിച്ചിട്ടേ പോവുള്ളൂ. ഒന്ന് മാറ്റി തരും ഗംഗാമ്മ, എന്തെങ്കിലും ചെയ്തൊന്ന് മാറ്റാം, എന്തെങ്കിലും ചെയ്ത് മാറ്റാം, ഇത് മാങ്ങ തേങ്ങ പറിച്ച് കളയല്ല എന്ന് പറയും ഞാനപ്പം. കേരളീയർ പൊതുവെ പറയും വലിയ എന്താ പറയുക സാക്ഷരതയിൽ അങ്ങേയറ്റാണെന്ന്. പക്ഷേ കേരളീയരാണ് സാക്ഷരതയിൽ വലിയ സാക്ഷരത ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ കേരളീയർ ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട്. പരിപാടിയിൽ അത്തരത്തിൽ ഹീലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സംസാരിക്കാനും സംവദിക്കാനും വേണ്ടിയുള്ള വേദി മാത്രമാണ്. അപ്പം കാര്യം പല ഗുരുക്കന്മാരാണ് വരുന്നത്. ഇപ്പോൾ തസ്മൈ ഗുരുജി SMS മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചിത ദിവസങ്ങളിലെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അദ്ദേഹം അംഗീകരിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി മെഡിറ്റേഷനിൽ ഇരിക്കാൻ പോലും പറ്റുള്ളൂ. അദ്ദേഹം അത്രയും കർശനമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നോൺ വെജ് കഴിക്കുന്ന ഒരാളെ പോലും അദ്ദേഹം ഓൺലൈൻ ക്ലാസ്സിൽ പോലും അദ്ദേഹം ഇരുത്തില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെതായ ചര്യകളുണ്ട്. ശ്രീനിവാസ പൈ സാറിൻ്റെ കൺസെപ്റ്റുകളും ആശയങ്ങളും അദ്ദേഹം അങ്ങനെ ഒരു കൺസൾട്ടൻറ്റോ ഒരാൾക്കൊരു ഹീലിംഗ് നടത്തി കൊടുക്കുന്ന ആളോ ഒന്നുമല്ല. സ്വാഭാവികമായിട്ടും പലരാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഗസ്റ്റ് പാറ്റേൺ പോലും അങ്ങനെ വെച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്ന 4 പേർ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആരെ ആദ്യം വിളിക്കും എന്നൊരു ചോദ്യം ഇപ്പം ചില ആളുകൾക്ക് ഞാനുമായി സഹകരിക്കുന്ന അല്ലെങ്കിൽ അബാക് മീഡിയയുമായി വന്നിട്ടുള്ള ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും ഇവരെന്താണ് എന്നെ വിളിക്കാഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോട് എല്ലാവരോടും ഞാൻ വിളിച്ചു, എല്ലാ ഗുരുക്കന്മാരെയും വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട്, അടുത്ത പരിപാടികൾ വരുമ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ ഗസ്റ്റായിട്ട് വിളിക്കും, എല്ലാവരും എത്തണം. ആദ്യം ഈ 4 പേരാണ്. എല്ലാവർക്കും സന്തോഷമാണ്, എല്ലാവരും അതിനെല്ലാം ആശംസകൾ അറിയിച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ആരോ നിയോഗിക്കപ്പെട്ടതുപോലെ അബാക് മീഡിയ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ എടുത്തു തുടങ്ങിയതാണ്. ഒരുപാട് പേർ ഈ സ്പിരിച്വൽ കണ്ടന്റുകൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുറേ ആളുകൾ വന്നു, കുറേ ഗസ്റ്റുകൾ വന്നു. നമ്മളുടെ സ്റ്റാഫ് പാറ്റേണിൽ തന്നെ, സ്റ്റാഫ് എന്ന് ഞാൻ പറയില്ല, എൻ്റെ സഹോദരങ്ങൾ തന്നെ പലരും വന്നു പോയി. ചിലർക്ക് എല്ലാവർക്കും മികച്ച രീതിയിലേക്കുള്ള ഒരു കയറ്റം കിട്ടി തന്നെയാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ശില്പയുടെ കാര്യം തന്നെ, ശില്പ ജനൻ TV യിലേക്ക് പോയി. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് അയ്യോ ശില്പയെ ജനൻ TV യിൽ കണ്ടല്ലോ. അപ്പം ശില്പയും ഒരു ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ പലയിടത്തും ചെല്ലുമ്പോൾ പറയും അബാക് മീഡിയയിൽ എൻ്റെ വീഡിയോ കണ്ടിരുന്നു എന്ന് പറയും. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ആളുകളും ഉയർന്ന് മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പ് വെക്കാൻ സമയമായി എന്നൊരു തോന്നൽ മനസ്സിലുണ്ട്. അത് ഞാൻ പല വീഡിയോകളിലും മെൻഷൻ ചെയ്തു പോയിരുന്നു. എന്തായാലും അത്തരത്തിൽ നല്ല ഇവൻറ്റുകൾ നല്ല പരിപാടികളും ഒക്കെയായി ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇതിനുശേഷം ഗുരുക്കന്മാരും ഒപ്പം യാത്ര പോകുന്നൊരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തു. അതെ, അത്തരത്തിൽ പറയാമേ. മോന് ഇതേപോലെ കുറേ ആൾക്കാർ ഹീൽ ചെയ്യപ്പെടാതിരിക്കുന്നുണ്ട്. പറ്റം ആൾക്കാർ എവിടെ ഓടിയിട്ടും ഹീൽ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഇവർക്ക് ആയിട്ട് ഒരു ഹീലിംഗ്, ജനറൽ ഹീലിംഗ് ആയിക്കോട്ടെ, അത് ഹീൽ ചെയ്യണം ആരോ ആയിക്കോട്ടെ. അപ്പം ഞാനായിക്കോട്ടെ, എന്നോട് ചോദിച്ചു അമ്മ ഹീലിംഗ് തരും, അപ്പം ഞാൻ വരാമെന്ന് എന്നോട് പറഞ്ഞു കുറച്ച് പേരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അവിടുത്തെ പ്രോഗ്രാം എന്താണെന്ന് എനിക്കറിയണ്ട, എനിക്ക് സമ്മതം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം മോന് ഇങ്ങനെയും കൂടി ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായമാണ് ഇതേപോലെ ഈ അബാക് മീഡിയയിൽ ഇപ്പോൾ ഈ ഗസ്റ്റ് ഗുരുക്കന്മാരുമായിട്ട് സംവാദം പോലെ ഇതിലുള്ള നല്ല ഹീലേഴ്സിനെ നോക്കിയിട്ട് ഹീലിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്പ്രദായം, അതും ഇവർക്ക് ഗുണം ചെയ്യും, ജനങ്ങൾക്ക് ഗുണം ചെയ്യാന്നാണല്ലോ നമ്മൾ. സ്വാഭാവികമായിട്ടും അത് എന്താണോ വേണ്ടത് അത് നമുക്ക് ചെയ്യും. ഇപ്പോൾ ശിവരാത്രിക്ക് തന്നെ ആദ്യ ഗുരു തൃശ്ശൂരിൽ ഒരു ദീക്ഷ നൽകുന്ന പ്രോഗ്രാം വെച്ചു. ഒരു ദിവസം ശിവരാത്രി ദിവസം മുഴുവൻ വെച്ച ഒരു പ്രോഗ്രാമാണ്. അത് അബാക് മീഡിയ കണ്ടിട്ട് ഒട്ടനവധി പേര് അതിൽ പങ്കെടുത്തു. വിളിച്ച് പോയവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ യാത്രയിലായതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റിയില്ല എങ്കിൽ പോലും അദ്ദേഹമാണത് കോർഡിനേറ്റ് ചെയ്തെങ്കിലും അതിന് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. അത്തരത്തിൽ എന്ത് പ്രോഗ്രാമാണോ പ്രേക്ഷകർക്ക് വേണ്ടത് അത് ചെയ്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് 100% ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകളാണ്. അത് നല്ല രീതിയിൽ തന്നെ നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അറിവ് പകരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ ഓഫീസിൽ വരുന്ന എല്ലാവരോടും പറയും ഇവിടെ നിങ്ങൾ ഇന്ന പണിയെ ചെയ്യാവൂ എന്നില്ല. നിങ്ങൾ എഡിറ്റിംഗ് പഠിക്കണം, ക്യാമറ പഠിക്കണം, വീഡിയോ ചെയ്യാൻ പഠിക്കണം, എല്ലാ പണികളും എല്ലാവരും ചെയ്യുക. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സാധനം അറിയില്ല, പക്ഷേ എൻ്റെ ഏറ്റവും പുതിയതായിട്ട് വന്നൊരു ട്രെയിനി കുട്ടിക്ക് അത് അറിയാം. എനിക്ക് ആ കുട്ടിയോട് എന്നിട്ട് മോളെ ഒന്ന് പറഞ്ഞതാന്ന് പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്നേക്കാൾ നല്ലതാണ് ഇംഗ്ലീഷ് ചെയ്യാൻ ചെയ്യുന്ന ഒട്ടനവധി പേര് നമ്മുടെ ഓഫീസിലുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചാൽ, സർക്കാർ സ്കൂളിൽ പഠിച്ചാൽ എനിക്ക് എൻ്റെ പരിമിതികൾ അറിയാം. അപ്പോൾ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കണേ, അല്ലെങ്കിൽ മോനെ നോക്കണേ എന്ന് പറയുമ്പോൾ അവരത് നോക്കി തരും എന്നുള്ളതാണ്. അറിവ് ആരിൽ നിന്നും സ്വീകരിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ
ഈ ചാനലുകളിലെ പല സുഹൃത്തുമാരുടെയും ചാനലുകളിലൊക്കെ പോകും, വിളിച്ചു ചോദിക്കും, ഇവിടെ ഇവിടെ ഓഫീസ്, ഞാൻ ഓഫീസിൽ വന്നോട്ടെ. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയിട്ട് അവരെങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ ടെക്നോളജി എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി പഠിച്ചിട്ട് അതിൽ കൊള്ളാവുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു അറിവിൻ്റെ പകൽ ഗുരുക്കന്മാരുമായി സംവദിക്കാൻ ഒരു വേദി, ഇത് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. സ്പിരിച്വൽ അവേഴ്സ് വരും മാസങ്ങളിലും ഇത് സംഘടിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതൊരു വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും ഇപ്പം ദൈവം സഹായിച്ച അത് നമ്മൾ ഉദ്ദേശിച്ച ഒരു 100 പേരെ വെച്ച് ചെയ്യണം എന്ന് വിചാരിച്ചെടുത്ത് 250 പേരിൽ എത്തി നിൽക്കുകയാണ്. ഇന്നും നമ്മൾ സംസാരിക്കുന്ന സമയത്തും വാട്സപ്പിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വരുന്നു. അവരോടെല്ലാം നമ്മൾ അടുത്ത മാസങ്ങളിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് നല്ല രീതിയിൽ വരട്ടെ. അതെ, നല്ല രീതിയിൽ വരും മോനെ. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, മോൻ്റെ ഉയർച്ചയിൽ ഞാനവിടെ കുഞ്ഞുവിനോട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് മോനോട് അത് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് കുറച്ച് ആൾക്കാർക്ക് ഹീലിംഗ് വേണം, കാരണം ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് കിട്ടിയത് പകർന്നു കൊടുക്കുക, നമ്മളിൽ കിട്ടിയത് നമ്മൾ തന്നെ നിൽക്കണം. ഞാൻ മരിച്ചു പോയിട്ട് ഭൂമിയിൽ അടിഞ്ഞു പോയിട്ട് വല്ല കാര്യമൊന്നുമില്ല. ഒരാളെ ഹീൽ ചെയ്താൽ അവരുടെ എനർജി നമുക്ക് ചിലപ്പോൾ നല്ലതൊന്നും ആവില്ല. ഹീൽ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് അനുഭവമുള്ള കാരണം കൊണ്ട് നമുക്ക് നെഗറ്റീവ് തന്നെ വരും. പക്ഷെ ഒരു ഹീലറെ സംബന്ധിച്ച് ആ നെഗറ്റീവ് വരുമ്പോൾ അത് ഹീൽ ചെയ്താൽ നമ്മൾക്ക് കഴിയണം, അപ്പോഴാണ് ഒരു ഹീലർ ആവുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഞാൻ കൊട്ടയിലേക്ക് ഒരു തലയിലേറ്റി വെച്ച് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഏറ്റേക്കണത് കംപ്ലീറ്റ് ഈ ആഭിചാരങ്ങളെ കൊണ്ട് വലയണ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ കിടക്കുന്നുണ്ട്. പണ്ടത്തേക്കാൾ ഇപ്പോൾ കൂടി വരിക. അതായത് കേരളീയർ പൊതുവെ പറയും വലിയ എന്താ പറയുക, ആ സാക്ഷരതയിൽ അങ്ങേയറ്റാണെന്ന്. പക്ഷെ കേരളീയരാണ് സാക്ഷരതയിൽ വലിയ സാക്ഷരത ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ കേരളീയർ. ഞാൻ ഞെട്ടിപ്പോയ ഒരു സംഭവമുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് 1-2 തമിഴിൽ വീഡിയോ ചെയ്തുകൊണ്ടാവണം, തമിഴ്നാട്ടിൽ പോയി 1-2 തമിഴിൽ വീഡിയോ ഉണ്ടാവണം. തമിഴ്നാട്ടിൽ നിന്നൊരു 4 പേര്, കർണാടകയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അവർ പറയുന്നത് അവരെ ആരോ അഭിചാരം ചെയ്തു, അവർ പലയിടത്തും പോയി, അതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വിളിക്കുകയാണ്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ മാത്രം അല്ലെന്നുള്ളതാണ്, എല്ലായിടവും ഉണ്ട്. എൻ്റെ നമ്മുടെ അബാക് മീഡിയയുടെ ഒരു വീഡിയോയുടെ ഒരു കമൻ്റ് ഉണ്ട്, എന്നെ പറ്റി മോശമായിട്ട് എഴുതിയതിൻ്റെ ഒരു കമൻറ്റ്. അതവർ ഇംഗ്ലീഷിലിട്ടേക്കണം. നമ്മുടെ പവർ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ആ സ്ത്രീയുടെ വീട്ടിൽ 25 ഏലസ് ഒരാഴ്ചയിൽ കിട്ടും. ആഭിചാരം കൊണ്ടേ ചെയ്തിട്ട് 25 ഏലസ് ഒരാഴ്ചയിൽ കിട്ടുക. ഇവിടുന്നൊക്കെ ആയിട്ട് കുഴിച്ചെടുക്കുകയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ലിംഗസ്തംഭന യന്ത്രം വരെ അവരുടെ മകൻ്റെ 30 വയസ്സ് 37 വയസ്സായ 16 അടി ഹൈറ്റുള്ള ഒരു പയ്യൻ്റെ ലിംഗസ്തംഭന യന്ത്രം വരെ അവരെ വീട്ടിൽ നിന്ന് എടുത്തതാണ്. ഇവരെ വീട്ടിൽ പോയിട്ട് അസാധ്യമായ മാന്ത്രികരെല്ലാം പോയി ഹോമം പൂജ്യം ആവാഹനമൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ലാണ്ട് എന്നെക്കുറിച്ച് അറിയണത് വേറൊരു കുട്ടി വഴി, ഒരു ടാരോ റീഡർ വഴിയാണ് എന്നെക്കുറിച്ച് അറിയണത്. എന്നെ കാണാൻ വരുമ്പോൾ 67 വയസ്സായ ഒരമ്മ എൻ്റെ കാല് വീണ് കരയുമ്പോൾ ഞാൻ അവിടെ ആവാഴ്ച തരില്ല, ദേവി കുഞ്ഞെന്നോട് പറഞ്ഞു നീ ആവാഹനത്തിന് പോകരുത്, നിനക്ക് ദുരിതം വരും എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അവരുടെ വീട്ടിൽ പോയി ചേർന്നു. സംഭവം ദുരിതം എനിക്ക് വന്നു, കാരണം അവരുടെ വീട്ടിൽ ആവാഹിച്ച ദുരിതം കംപ്ലീറ്റ് തീർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പവർ ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആവാഹിക്കാൻ പോകാൻ പറ്റില്ല. അവരെ വീട്ടിൽ ആവാഹിച്ച് ദുരിതം മാറിയപ്പോൾ അവരെന്നെ കാണാൻ വരുമ്പോൾ മോൻ്റെ പെയിൻറ്റിൻ്റെ മുഖം പോലെയാണ് അവരുടെ മുഖം ഉണ്ടാകുന്നത്. അങ്ങനെ കരിഞ്ഞ് ആകെ വല്ലാതെ ടയേർഡായിട്ടൊരു സ്ത്രീ. മോനും ഒരു നോർമൽ സ്റ്റേജിലല്ല, കാരണം അവൻ്റെ സംസാരമെല്ലാം എനിക്ക് അബ്നോർമൽ ഒരു ഇതായിട്ടാണ് തോന്നിയത്. പക്ഷേ ഞാൻ ആവാഹിച്ച് ഹോമം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടാളും ഫേഷ്യൽ ചെയ്ത മുഖം പോലെ എന്നെ കാണാൻ വരുമ്പോൾ അമ്മ എന്നെ ഇപ്പോഴും അവർ അമ്മയെന്നാണ് വിളിക്കുക. ആ കമൻറ്റ് അതിൽ കിടക്കുന്നുണ്ട്, കൃത്യമായിട്ട് വിത്ത് പ്രൂഫ് അവർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് അവർക്കറിയാം. അവരെ വീട്ടിൽ ഇത്രയും വലിയ മാതൃകയിൽ പോയിട്ട് ആവാഴ്ചിട്ട് ദുരിതം മാറ്റി കൊടുക്കാൻ പറ്റാത്തത് എൻ്റെ ഉപാസനമൂർത്തിയായിട്ട് ഞാൻ പോയിട്ട് ആവാഴ്ച ദുരിതം മാറ്റിയിട്ട് എൻ്റെ ഉപാസനമൂർത്തിനെ ഒരാഴ്ച അവരെ വീട്ടിൽ നിർത്തി കൊടുത്തൊരു അനുഭവം കൂടിയുണ്ട്. അതും വേണമെങ്കിൽ നിങ്ങളോട് വേണമെങ്കിൽ അവർ പറയും. കാരണം ആ ഒരു ചൈതന്യം അവിടെ ഉണ്ട് എന്നുള്ളതിന് അവർക്കും പ്രൂഫുണ്ട്, എനിക്കും പ്രൂഫുണ്ട്. അപ്പോൾ ആഭിചാരം കൊണ്ട് വലഞ്ഞൊരു പറ്റം ജനങ്ങൾ എവിടെ നമുക്കിത് മാങ്ങ പറിച്ച് കളയണ പോലെ ഇങ്ങനെ പറിച്ചിട്ടിട്ട് കളയാൻ പറ്റില്ല. ആൾക്കാർ വിചാരം ഇപ്പം 100 രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഭിചാര ദോഷം ഉടനടി പറിച്ച് കളയാൻ പറ്റുന്ന അതിൻ്റേതായ രീതി കൂടെ തന്നെ. കാരണം ആദ്യമൊക്കെ ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് എടുത്തിരുന്നു, എൻ്റെ എനർജി എൻ്റെ ബോഡിയിലേക്ക് എടുത്തിരുന്നു. അപ്പോൾ ഞാനത് ചെയ്യാറില്ല, കാരണം ചില ബാധാ ദുരിതങ്ങൾ വന്നാൽ ഞാൻ പോലും സ്റ്റക്കായിട്ടുണ്ട്. പിന്നെ അത് മാറ്റാൻ ഞാൻ ഇവിടെ പോയിട്ട് മൂകാംബിയിൽ പോയിട്ട് 15 ദിവസം 5 ദിവസമൊക്കെ വെറുതെ ഇരുന്നിട്ടും തപസ് ചെയ്തിട്ടും എൻ്റെ കയ്യിൽ കാശ് എടുത്തിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അതോടുകൂടിയിട്ട് ദുരിതങ്ങൾ ഇപ്പോൾ പ്രേത ദുരിത ആവാഹനം ഞാൻ നിർത്തിവെച്ചു.
ഇപ്പം എനിക്ക് ഇപ്പോൾ ഒരാൾക്ക് വന്നു കർമ്മ ദുരിതമുണ്ട്, ബാധാ ദുരിതം ഉണ്ടെങ്കിൽ നമുക്ക് ആവാഴ്ച തീർത്തു കൊടുക്കാം. പ്രേത ദുരിതം ഞാൻ ആവാഹനം നിർത്തിക്കുക. കാരണം പ്രേത ദുരിതം ആ പ്രേതത്തിന് ആവാഴ്ച മാറ്റുമ്പോൾ അത് ശപിച്ചിട്ടേ പോവുള്ളൂ. എത്ര കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ ആ ഭൂമിയിൽ നിന്ന് ആ ഊർജത്തിന് വിട്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ അത് ആവാഴ്ച സ്തംഭിപ്പിക്കണ അല്ലെങ്കിൽ ആവാഴ്ച മാറ്റണ ആളെന്നെ ശപിക്കും. ആ ശാപം ചിലപ്പോൾ ചെറുതായിരിക്കില്ല. ഇതൊന്നും അറിയാതെ ഇവർ പറയും ഒന്ന് മാറ്റി തരൂ ഗംഗാമ്മ, എന്തെങ്കിലും ചെയ്തൊന്ന് മാറ്റാമേ എന്തെങ്കിലും ചെയ്ത് മാറ്റാമേ, ഇത് മാങ്ങ തേങ്ങ പറിച്ച് കളയല്ല എന്ന് പറയും ഞാനപ്പം. പാപചാരം കൊണ്ട് വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഹീലിംഗ്, ഒരു സെൽഫ് ഹീലിംഗ് ഉണ്ട്. ആ സെൽഫ് ഹീലിംഗിൽ കൂടെ ഒരു പരിധി വരെ ഇവർക്കത് മാറ്റാൻ പറ്റും. എന്തായാലും അത്തരത്തിലൊരു പ്രോഗ്രാം കൂടി നമുക്ക് ദിവസങ്ങളിൽ സംഘടിപ്പിക്കാം. എന്തായാലും വളരെ സന്തോഷം. 20-ാം തീയതിയിലത്തെ പരിപാടികൾ എല്ലാവരുമായിട്ട് കാണാം. തീർച്ചയായിട്ടും.